ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളൊക്കെ കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ബ്രെഡ് പോക്കറ്റ്സ്. അപ്പോൾ 4 ബ്രെഡും ചെറിയൊരു പീസ് ചോക്ലേറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും 10 മിനിറ്റിൽ തന്നെ കുട്ടികളുടെ പ്രിയപ്പെട്ട ബ്രെഡ് ചോക്ലേറ്റ് പോക്കറ്റ്സ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് കുക്കി കട്ടർ വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കി കട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. 4 ബ്രെഡും ഞാൻ സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ബ്രൗൺ പോർഷൻ അത്രയും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ബ്രൗൺ പോർഷൻസ് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബ്രെഡിൻ്റെ ഏറ്റവും മുകളിലായിട്ടിരിക്കുന്ന ആ ഒരു ബ്രൗൺ പോർഷൻ കൂടെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ പീസസ് ആക്കി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ബ്രെഡ് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു ബൗളിലേക്ക് 3 സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് കുറച്ചൊന്ന് ലൂസായിട്ടുള്ള പരുവത്തിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒരുപാട് കട്ടിയായി പോകാൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. എന്നാലും അത്യാവശ്യം ലൂസായിട്ട് വേണം ഇരിക്കേണ്ടത്. ഈ ഒരു പരുവത്തിലൊന്ന് കലക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് പീസ് ഒന്ന് എടുത്തതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു പീസ് ചോക്ലേറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചോക്ലേറ്റ് വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് രണ്ടാമതൊരു ബ്രെഡ് പീസ് വെച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് ചേർത്ത് എടുക്കാം. ഇപ്പം ഞാൻ രണ്ടും ഇതുപോലെ ഒന്ന് ചേർത്തൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവിൽ നമ്മൾ ഈ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഈ ബ്രെഡ് പീസ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുക്കി എടുക്കാം. ഒരുപാട് മുക്കി എടുത്തു കഴിഞ്ഞാൽ ബ്രെഡ് പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ സർക്കിൾ ഷേപ്പിൽ തന്നെ ഒന്ന് ചെറുതായിട്ട് മുക്കിയതിന് ശേഷം അതിൻ്റെ 2 സൈഡും ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാം. ഇതിൻ്റെ എല്ലാ സൈഡും നന്നായിട്ട് ഈ ബ്രെഡ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കണം. ഇപ്പം ഞാൻ നല്ലതുപോലെ ബ്രെഡ് പൊടി വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. 2 സൈഡും ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. അതുകൊണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഒരു സൈഡൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരുപോലെ ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഒരു സൈഡൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബ്രെഡ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കി 2 ബ്രെഡിലും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിലൊരു 3 ബ്രെഡ് പോക്കറ്റ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് ചൂടോടുകൂടെ കഴിക്കുമ്പോഴത്തേക്കും പുറം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ ചോക്ലേറ്റ് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ടും ഇരിക്കും. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.